അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഔദ്യോഗിക പദവി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്നവരുണ്ട്. അവർക്കെതിരെ കേസ് മാത്രം മതിയോ? വകുപ്പ് തല നടപടിയും വേണ്ടേ? പക്ഷേ ഇവിടെ അധികാരമുള്ളവർ ഒരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും എന്ന സ്ഥിതിയാണെങ്കിലോ? തിരുവനന്തപുരത്ത് ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഒരു പോലീസുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ സ്വീകരിച്ചത്. സംഭവം വിവാദമായതോടെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷിനെതിരെയാണ് നടപടി. സേനയ്ക്കാകെ നാണക്കേടായ ഈ സംഭവത്തിന് പിന്നാലെ മറ്റൊരു പോലീസുകാരൻ്റെ തട്ടിപ്പ് കേസ് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം കോട്ടയത്ത് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ക്രിക്കറ്റ് പരിശീലകന്റെ വഴിവിട്ട കഥകളും ഞെട്ടിപ്പിക്കുന്നതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റവും ക്രിമിനൽ പശ്ചാത്തലവും സേനയ്ക്ക് അപമാനമാണ്. ഇവിടെ ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്താൽ അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബസ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ പോലീസുകാരൻ ലൈംഗികാതിക്രമം നടത്തിയ കേസ് ഒതുക്കി തീർക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായി. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇയാൾ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ പെൺകുട്ടി തന്നെയാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. യുവതിയോട് ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രജീഷ് എസ് നായരെ സസ്പെൻഡ് ചെയ്തത്. പ്രജീഷ് അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പെൺകുട്ടി പുറത്തുവിട്ടിരുന്നു. ജൂലൈ 18-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വഴി കല്ലറയിലേക്ക് പോയ KSRTC ബസ്സിലായിരുന്നു സംഭവം. ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യവേ പ്രജീഷ് മുൻ സീറ്റിലിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയായിരുന്നു. വി ശിവൻകുട്ടി മന്ത്രിയായിരിക്കെ ഗൺമാനായിരുന്നു പ്രജീഷ്. തിരുവനന്തപുരം SAP ക്യാമ്പിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. SAP അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. നടപടി വൈകിപ്പിക്കുന്നുവെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമുണ്ടായതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ അന്വേഷണത്തിനും റിപ്പോർട്ടിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സേനയിലെ അംഗത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ദുരനുഭവമുണ്ടായത് സമൂഹത്തിന് മുൻപിൽ സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ പെൺകുട്ടി പരാതി നൽകിയിരുന്നില്ലെങ്കിലും വീഡിയോ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ SAP അസിസ്റ്റന്റ് കമാൻഡന്റ് അന്വേഷണം നടത്തുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടികളെ കായിക രംഗത്തോ കലാരംഗത്തോ മറ്റ് മേഖലകളിലോ പരിശീലിപ്പിക്കുന്നതിന്റെ മറവിൽ നടക്കുന്ന ലൈംഗിക ചൂഷണം അതീവ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. ഇങ്ങനെ പീഡനത്തിന് ഇരകളാക്കുന്ന കുട്ടികളുടെ ജീവിതത്തിലുടനീളം മാനസികവും ശാരീരികവുമായ ആഘാതമുണ്ടാകാം. കോട്ടയത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ഒരു ക്രിക്കറ്റ് പരിശീലകനാണ്. മുൻ രഞ്ജി താരവും പരിശീലകനുമായ KJ രാഗേഷിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. പാലക്കാട് സ്റ്റേഷനുകളിലാണ് 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനികളുടെ പരാതികളിലാണ് നടപടി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ്. ജൂൺ മാസത്തിൽ നടന്ന സംഭവത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. പാലായിൽ വാഹനത്തിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് ആദ്യത്തെ കുട്ടിയുടെ പരാതി. പാലക്കാട് നഗരത്തിലെ ഹോട്ടലിലാണ് രണ്ടാമത്തെ കേസ്. പോലീസ് കേസന്വേഷണം വൈകിപ്പിച്ചതായി ബന്ധുക്കൾക്ക് പരാതിയുണ്ട്. എന്നാൽ 21 ദിവസം കഴിഞ്ഞാണ് മൊഴി നൽകാൻ പരാതിക്കാരി എത്തിയതെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിയുടെയും ഇരയുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇതോടെ വേണ്ടി വന്നു. അതാണ് അന്വേഷണം ഇത്രയും വൈകിയതെന്നും പോലീസ് വിശദീകരിക്കുന്നു.
പ്രതിയെ തേടി എറണാകുളത്തെ താമസ സ്ഥലത്ത് പാലാ പോലീസ് എത്തിയിരുന്നു. എന്നാൽ മൊബൈൽ സിം ഊരിക്കളഞ്ഞ ശേഷം പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ഇതോടെ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി പരമാവധി വേഗത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 2008-2013 കാലയളവിലാണ് രാകേഷ് കേരള രഞ്ജി താരമായിരുന്നത്. തുടർന്ന് ക്ലബ്ബുകൾ ഉൾപ്പെടെ കളിച്ചിട്ടുണ്ട്. പരിശീലകനായതോടെയാണ് പീഡനം തുടങ്ങിയതെന്നാണ് വിവരം. കൂടുതൽ പെൺകുട്ടികൾ ഇരകളായെന്ന സൂചനയുമുണ്ട്. പ്രതിയെ വേഗത്തിൽ കണ്ടെത്താനായില്ലെങ്കിൽ അത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് ഇരകൾ നേരിടുന്ന പ്രതിസന്ധി. ന്യൂസ് 18 കോട്ടയം. അഴിമതിയും അതിക്രമങ്ങളും ജനങ്ങളോട് മോശമായി പെരുമാറുന്നതുമൊക്കെ പോലീസുകാരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതാണ്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന പോലീസുകാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്നാൽ സ്വന്തം സഹപ്രവർത്തകരെ തന്നെ കബളിപ്പിച്ച് പണം തട്ടിയാലോ? തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനുകളിൽ നിന്നും യൂണിഫോം തയ്ക്കുന്നതിനായി പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസുകാരൻ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്പെഷ്യൽ ആംഡ് പോലീസിലെ ട്രെയിനിയായ ശംഭു ആർ കൃഷ്ണനാണ് പേരൂർക്കട പോലീസിന്റെ പിടിയിലായത്. ഇങ്ങനെ കബളിപ്പിച്ചെടുത്ത 7 ലക്ഷത്തിലധികം രൂപ ഓൺലൈൻ ബെറ്റിംഗ് ഗെയിമിൽ ചൂതാട്ടം നടത്തിയതായും ഇയാളുടെ വെളിപ്പെടുത്തലുണ്ട്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ശംഭു ആർ കൃഷ്ണനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. SAPയിലെ യൂണിഫോം കമ്മിറ്റി അംഗമായിരുന്നു അറസ്റ്റിലായ ശംഭു ആർ കൃഷ്ണൻ. ജൂലൈ 3-നും ജൂലൈ 13-നും ഇടയിലുള്ള കാലയളവിൽ യൂണിഫോം മെറ്റീരിയലുകൾ വാങ്ങുന്നതിനും അത് തുന്നിക്കുന്നതിനുമായി മറ്റ് ട്രെയിനുകളിൽ നിന്ന് ആകെ 7,18,320 രൂപ ഇയാൾ പിരിച്ചെടുത്തു. ഈ തുക പോലീസ് ക്യാൻറ്റീൻ അക്കൗണ്ടിലും ഡ്രസ് തുന്നുന്ന സൊസൈറ്റിയുടെ അക്കൗണ്ടിലും നിക്ഷേപിക്കേണ്ടതായിരുന്നു. യൂണിഫോമിനായുള്ള തുക അടച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ സഹപ്രവർത്തകർ വിവരം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് SAPയിലെ സീനിയർ കമാൻഡിംഗ് ഓഫീസർ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ പണം ഓൺലൈനിൽ റമ്മി കളിച്ചു കളഞ്ഞെന്നാണ് പ്രതിയുടെ മൊഴി. പണം ഇരട്ടിയാക്കാമെന്ന മോഹത്തിൽ തുക പൂർണ്ണമായും ഓൺലൈൻ ബെറ്റിംഗ് ഗെയിമിൽ ഉപയോഗിക്കുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 318 വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ആശാലതയുടെ ആത്മഹത്യയിൽ പല ദുരൂഹതകളുമുണ്ട്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ടവൾ, എല്ലാവരുമായി നല്ല ബന്ധം. എന്നാൽ ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയ ചിന്തകളാണ് ആശാലതയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്തായിരിക്കും ആത്മഹത്യയുടെ കാരണം? ജോലി സ്ഥലത്തോ വ്യക്തി ജീവിതത്തിലോ അവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട അവസ്ഥ നേരിട്ടതായി ആശാലത സൂചിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ADM-നാണ് അന്വേഷണ ചുമതല. കാസർഗോഡ് കലക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് അജയൻ പറഞ്ഞു. വലിയ പ്രയാസമാണെങ്കിൽ ജോലി രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആശ ഇങ്ങനെ ചെയ്തത് വിശ്വസിക്കാനാവുന്നില്ലെന്നും വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആള് അത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ടറേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. ആശാലതയുടെ മരണത്തിലെ ദുരൂഹത അകറ്റാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ADM-നാണ് അന്വേഷണ ചുമതല. ആഗസ്റ്റ് 7-ന് രാവിലെ 10 മണിയോടെയാണ് ആശാലത ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കഴിക്കുന്നത്.
കലക്ട്രേറ്റ് വളപ്പിൽ കാറിൽ ഇരുന്നായിരുന്നു എലിവിഷം കഴിച്ചത്. പിന്നീട് കാർ ഓടിച്ച് ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് വിവരം പറയുകയായിരുന്നു. നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ മരിച്ചു. എലിവിഷം കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നായിരുന്നു ഇവരുടെ മരണമൊഴി. വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലുണ്ടായതായും മൊഴിയിലുണ്ട്. ആർക്കെതിരെയും പരാതിയില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. നിർബന്ധിത സ്ഥലം മാറ്റമാണ് ആശാലതയുടെ മരണത്തിന് കാരണമെന്നായിരുന്നു പിണറായി വിജയന്റെ ആരോപണം. എന്നാൽ LDF സർക്കാർ കാലത്താണ് സ്ഥലം മാറ്റ ഉത്തരവുണ്ടായതെന്ന മറുവാദവുമായി മുഖ്യമന്ത്രി VD സതീശനും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്താറില്ല. ചിലതുള്ളിൽ വലിയ ഭീതിയായി നിഴലിക്കാം. തൃശൂർ മാളയിലെ സഗീറിന്റെ കുടുംബം രാവിലെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരുടെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ അജ്ഞാതന്റെ മൃതദേഹം. 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. രാവിലെ കിണറ്റിലെ വല നീങ്ങിക്കിടക്കുന്നത് കണ്ട് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് മാള പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പക്ഷേ മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രദേശവാസിയായ ആളല്ല മരിച്ചതെന്നാണ് കണ്ടെത്തൽ. മരിച്ചയാൾക്ക് 50 വയസ്സ് തോന്നിക്കും. സമീപ പ്രദേശങ്ങളിലെ തിരോധാന കേസുകൾ കൂടി പരിശോധിച്ച് മരിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മാള പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാക്കൂ എന്ന് പോലീസ് അറിയിച്ചു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുപ്രസിദ്ധ ഗുണ്ട അർജുൻ ആയങ്കിക്കെതിരെ കുരുക്കുമുറുക്കുകയാണ് പോലീസ്. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് സൈബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടെ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. കോതമംഗലത്തെ ഗൂഢാലോചന കേസിൽ ആയങ്കിയുടെ ജാമ്യം കോടതി റദ്ദാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ച കേസിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിലെ നിർണായക തെളിവായ കുറ്റകൃത്യം ചെയ്ത ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം പോലീസ് വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. വെള്ളിയാഴ്ച 11:30 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തത്. കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. 9 പുലർച്ചെ 2:15 കസ്റ്റഡിയിലായ അർജുൻ തലശ്ശേരി സബ് ജയിലിൽ 14 ദിവസത്തെ റിമാൻഡിലായിരുന്നു. ഒളിവിലായിരുന്ന സമയത്ത് അർജുൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും കണ്ടെത്താനുണ്ട്.
ഇതിനിടയിൽ കോതമംഗലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. കണ്ണൂരിലെ കസ്റ്റഡി പൂർത്തിയായാൽ കോതമംഗലം പോലീസും അർജുനെ കസ്റ്റഡിയിൽ വാങ്ങും. അർജുൻ ആയങ്കിയുടെ അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ലാപ്ടോപ്പും പെൻഡ്രൈവും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് വേഗത്തിലാക്കി. ഇതിനു മുന്നോടിയായി പ്രതിക്കെതിരെയുള്ള കേസ് ഹിസ്റ്ററി ശേഖരിച്ചു. ഇത് കലക്ടർക്ക് കൈമാറും. ഇത് സംബന്ധിച്ച് കലക്ടറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അർജുനെ കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിൽ കാറിലെത്താൻ സഹായിച്ച സുഹൃത്ത് പ്രണവിന്റെ അറസ്റ്റ് പയ്യന്നൂർ പോലീസ് രേഖപ്പെടുത്തി. അർജുന്റെ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 3 കേസുകളാണ് അർജുൻ ആയിക്കെതിരെ കൊച്ചിയിലുള്ളത്. ഇതിൽ കോതമംഗലത്തെ കല്യാണ വീട്ടിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് കോടതി ജാമ്യം റദ്ദാക്കി. ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുകയും ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശം അയക്കുകയും ചെയ്തതാണ് മറ്റൊരു കേസ്. ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. 9 പുലർച്ചെ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ നായങ്കി പോലീസിന്റെ പിടിയിലായത്. അർജുൻ നായങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചതായിരുന്നില്ലെന്നും അർജുനും താനും തമ്മിലുള്ളത് അഡ്വക്കേറ്റ് ക്ലയന്റ് ബന്ധമെന്നും അഭിഭാഷിക ഡെലീറ്റ ടൈറ്റസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഇത്രയധികം സമയം വരെ അവിടെ ഒരാൾ നിൽക്കുന്നത് ഒളിപ്പിക്കലാണെന്നുള്ളത് വേറെ ഒരു കാര്യമൊന്നുമില്ല. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച MDMAയുമായി പെരുമ്പാവൂർ സ്വദേശികൾ പിടിയിലായ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം പുകയുകയാണ്. പ്രതികളിൽ ഒരാളായ പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഹുസൈൻ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലും ഇക്കാര്യം അവകാശപ്പെടുന്നുണ്ട്. പെരുമ്പാവൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ഹുസൈൻ. ദേശീയപാതയിൽ കാലിക്കടവിലാണ് കഴിഞ്ഞ ദിവസം കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMAയുമായി 3 പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിലായത്. പെരുമ്പാവൂർ അറക്കപ്പൊടി സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവരിൽ KH മുഹമ്മദ് ഹുസൈൻ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലും ഇത് അവകാശപ്പെടുന്നുണ്ട്. MDMA കേസ് പ്രതികൾക്ക് ഭരണകക്ഷി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് VK സനോജ് MLA ആരോപിച്ചു. ഹുസൈൻ മുസഫിറിന്റെ പ്രൊഫൈലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് VD സതീശനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. മുസഫിറിന്റെ വീട്ടിൽ പോകുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹവുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ ഒരു സെൽഫി എടുത്തതോ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പെട്ടതുമായിട്ടുള്ള ബന്ധമല്ല. കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ഒരു ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് ഹുസൈൻ എന്നാണ് വിവരം. മുഹമ്മദ് ഹുസൈന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ VD സതീശിനൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളുമുണ്ട്. ഇയാളുടെ ഗൃഹപ്രവേശന ചടങ്ങിനുൾപ്പെടെ സതീശൻ പോയിരുന്നുവെന്നാണ് ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയുടെ സംഘാടകരിൽ ഒരാളുമായിരുന്നു മുഹമ്മദ് ഹുസൈൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇയാളിട്ട പോസ്റ്റും ഫേസ്ബുക്കിലുണ്ട്. ഞായറാഴ്ച കാലിക്കടവിൽ നിന്നാണ് MDMAയുമായി 3 പേർ പിടിയിലാകുന്നത്. ബംഗളൂരുവിൽ നിന്ന് MDMA എറണാകുളത്തേക്ക് എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാന കണ്ണിയെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദിനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടി ചന്ദേര പോലീസിന് കൈമാറിയത്. സൈനുൽ ആബിദ് ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയിലെ പ്രാദേശിക നേതാവിന്റെ സഹോദരനാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ള സംഘം വലയിലായത്.
പെരുമ്പാവൂരിൽ നിന്ന് സ്വിഫ്റ്റ് കാറിൽ MDMA കാസർഗോഡേക്ക് വരികയായിരുന്നു. ഇവർ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രധാന കണ്ണിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ ജീവിതത്തിൽ സൗഹൃദങ്ങളും ഒക്കെ വളരെ പ്രധാനമാണല്ലേ. കൊച്ചുകുട്ടികളോട് രക്ഷിതാക്കൾ എപ്പോഴും പറയാനുള്ള കാര്യമാണിത്. മോശം കൂട്ടുകെട്ട് പലപ്പോഴും നമ്മളെ അപകടത്തിൽ ചാടിക്കാം. തൊപ്പി എന്ന തലതെറിച്ച ചെറുക്കൻ ഒട്ടേറെ കുട്ടികളുടെ ജീവിതമാണ് തകർത്തത്. ഇപ്പോൾ തൊപ്പിയെ എങ്ങനെ പൂട്ടാൻ കഴിയുമെന്നാണ് പോലീസ് ആലോചിക്കുന്നത്. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന് പോലീസ് വീണ്ടും നോട്ടീസ് അയച്ചു. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് നൽകിയ നിർദ്ദേശം. നേരത്തെ തൊപ്പി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയിരുന്നു. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയതിനെ തുടർന്ന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും തൊപ്പി എത്താതിരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പോലീസിന്റെ നടപടി. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളുടെ വീഡിയോ തൊപ്പി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തത്. തന്റെ വീട്ടിൽ കൂട്ടുകാർ ലഹരിമരുന്ന് കൊണ്ടുവന്നിരുന്നെന്ന് തൊപ്പി ആരോപിച്ചു. ഇതിന് പിന്നാലെ തൊപ്പി പെൺകുട്ടികളോട് ലൈംഗിക ചൂഷണം നടത്തിയെന്നും പിന്നീട് പണം നൽകി ഇത് ഒത്തുതീർപ്പാക്കിയെന്നും ആരോപിച്ച് കൂട്ടുകാരും രംഗത്തെത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് വരെയും തൊപ്പി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സുഹൃത്തുക്കൾ വീഡിയോയിൽ ആരോപിച്ചിരുന്നു. തൊപ്പിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പുറത്തെടുക്കുന്ന വീഡിയോയും സുഹൃത്തായ ഷമീർ പുറത്തുവിട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള യൂട്യൂബറാണ് തൊപ്പി. ഇയാളുടെ ലൈവ് സ്ട്രീമിങ്ങുകളിൽ ഉപയോഗിക്കുന്ന അസഭ്യ ഭാഷയ്ക്കും പെരുമാറ്റങ്ങൾക്കുമെതിരായി നേരത്തെ തന്നെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വരുമാനം പങ്കുവച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് തൊപ്പിയും കൂട്ടാളികളും തമ്മിൽ പിരിഞ്ഞതും തുടർന്ന് അസൂയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുമാണ് നിഗമനം. പോക്സോ, ലഹരി ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിലാണ് തൊപ്പിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം താനൂരിൽ നിന്ന് 4 ദിവസം മുൻപ് കാണാതായ ഇംതിയാസിന് എന്താണ് സംഭവിച്ചത്? കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനെന്ന് പറഞ്ഞാണ് യുവാവ് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. പിറ്റേന്ന് രാവിലെ ബംഗളൂരുവിലെത്തിയെന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചതാണ്. പിന്നീട് ഇംതിയാസിനെ കുറിച്ച് യാതൊരു സൂചനയുമില്ല. 4 ദിവസമായി ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. നാഗ്പൂരിലെത്തി സ്വിഗ്ഗി വഴി ഇംതിയാസ് ഭക്ഷണം ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. അതിനിടെ ഇംതിയാസ് ബംഗളൂരുവിൽ ബസ് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ആറിന് വൈകിട്ട് കോട്ടക്കലിൽ നിന്നാണ് ഇംതിയാസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടത്. 7 രാവിലെ ബംഗളൂരുവിലെത്തിയ ഇംതിയാസ് വീട്ടുകാരെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീടൊന്നും അറിയാനായിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കോളേജിൽ എത്തിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഇംതിയാസ് ബംഗളൂരു സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു. അതേസമയം ഇംതിയാസ് മഹാരാഷ്ട്രയിലെത്തിയതായിട്ടുള്ള സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം അങ്ങോട്ടും വ്യാപിപ്പിച്ചിട്ടുണ്ട്. നാഗ്പൂരിലെത്തി സ്വിഗ്ഗി വഴി ഇംതിയാസ് ഭക്ഷണം ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും പോലീസിനൊപ്പമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും സമീപ പ്രദേശങ്ങളിലും അക്രമികളും ലഹരി സംഘങ്ങളും അഴിഞ്ഞാടുകയാണ്.
ആക്രമണ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ നാട്ടുകാർ വലിയ ഭീതിയിലാണിപ്പോൾ. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പേർക്ക് മർദ്ദനമേറ്റു. വിളപ്പിൽ ശാലയിൽ കാർ തടഞ്ഞു നിർത്തി കരാറുകാരനെ 5 അംഗ സംഘം നടുറോഡിലിട്ട് മർദ്ദിച്ചെന്നാണ് ഒരു കേസ്. പാറശാലയിൽ മൊബൈൽ കടയിൽ കയറി ജീവനക്കാരനെയും ക്രൂരമായി ആക്രമിച്ചു. 2 സംഭവങ്ങളിലും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിളപ്പിൽ ശാലയിൽ കരാറുകാരൻ സഞ്ചരിച്ച കാർ 2 ബൈക്കുകളിലായി എത്തിയ 5 അംഗ സംഘം റോഡിൽ തടഞ്ഞു നിർത്തിയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഊറ്റുകുഴി നസീമ മനസ്സിലിൽ നൂർ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. വിളപ്പിൽശാല പുറ്റുമേൽക്കോട ജംഗ്ഷനിലാണ് സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവശേഷം പ്രതികൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ നൂർ മുഹമ്മദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലപ്പനങ്കോട് മാന്തോപ്പിൽ തമ്പുരാൻകാവിന് സമീപം മദ്യലഹരിയിൽ നിന്ന് യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നൂർ മുഹമ്മദ് സഞ്ചരിച്ച കാറിനെ പിന്തുടരുകയായിരുന്നു. സംഭവത്തിൽ വിളപ്പിൽശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിളപ്പിൽശാല ചവർ ഫാക്ടറി വിരുദ്ധ ജനകീയ സമരസമിതിയുടെ കൺവീനറായിരുന്നു മർദ്ദനമേറ്റ നൂർ മുഹമ്മദ്. പ്രദേശത്ത് ലഹരിക്കടിമകളായ യുവാക്കൾ ആക്രമണം നടത്തുന്നത് വർദ്ധിക്കുന്നതായാണ് പരാതി. പാറശാലയിൽ മൊബൈൽ കടയിലെ ജീവനക്കാരൻ പാറശാല സ്വദേശി ശ്രീദേവിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും പുറത്ത് മർദ്ദനമേറ്റ ശ്രീദേവ് പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടി. ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ന്യൂ യൂണിവേഴ്സൽ മൊബൈൽ ഷോപ്പിലായിരുന്നു സംഭവം. നെടുവാൻവിള സ്വദേശി അക്ഷയും സുഹൃത്തും ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മൊബൈൽ സർവീസ് സംബന്ധിച്ച തർക്കത്തിനൊടുവിലായിരുന്നു ആക്രമണം. മർദ്ദനത്തിന് ശേഷം ഇരുവരും കടന്നു കളഞ്ഞു. പ്രതികൾ പ്രദേശത്തെ സ്ഥിരം അക്രമകാരികളാണെന്നാണ് വിവരം. ശ്രീദേവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണിത്. പ്രണയവും സൗഹൃദവും നടിച്ചുള്ള ചതി, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ്, അതിനായി സോഷ്യൽ മീഡിയയും മാട്രിമോണി സൈറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. മലപ്പുറത്ത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതികളിൽ നിന്ന് വിവാഹ വാഗ്ദാനം നൽകി പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിലായി. ഒറ്റപ്പാലം സ്വദേശി അൻസാറിനെയാണ് മഞ്ചേരി പോലീസ് പിടികൂടിയത്. 20 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തെന്നാണ് പരാതി. പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതിയെ പറഞ്ഞു പറ്റിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ പ്രതിയെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി അൻസാർ എന്ന 39-കാരനാണ് അറസ്റ്റിലായത്. വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസം നേടിയെടുത്ത ശേഷം പലപ്പോഴായി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് 20 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും തട്ടിയെടുത്തതായാണ് യുവതിയുടെ പരാതി. അൻസാറിനെ വിശ്വസിച്ച യുവതി പണവും സ്വർണവും നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് അൻസാർ ഒഴിഞ്ഞുമാറി. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് യുവതി മഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണത്തിൽ അൻസാറിനെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി. തട്ടിയെടുത്ത സ്വർണവും പണവും സംബന്ധിച്ചും പ്രതി സമാനമായ രീതിയിൽ മുമ്പും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. മഞ്ചേരി SI AP ആസിഫിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതി റോജി അഗസ്റ്റിൻ ഹാജരായില്ല. എറണാകുളം അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. കൊല്ലം തേവള്ളിയിലെ ബാറിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് തൃക്കടവൂർ സ്വദേശികളായ വിൽസൺ, ജാക്സൺ, വിപിൻ എന്നിവർ. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 8 വർഷത്തെ തടവും 70,000 രൂപ പിഴയും ശിക്ഷ. കണ്ണൂർ പേരാവൂർ സ്വദേശി സുരേന്ദ്രനെയാണ് കൽപ്പറ്റ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്.
മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയിൽ 41 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി മുഹമ്മദ് റസീൽ, കൊടുങ്ങല്ലൂർ സ്വദേശിനി സ്റ്റെലാന എന്നിവർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കാട്ടാക്കട ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ യുവാവ് പിടിയിൽ. ആര്യനാട് സ്വദേശി ബിനൂജാണ് 300 ഗ്രാം കഞ്ചാവും 450 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. വയനാട് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പുള്ളിമാനെ ഷോക്കടിപ്പിച്ച് കൊന്ന കേസിൽ 4 പേർ അറസ്റ്റിൽ. അമരക്കുനി സ്വദേശിയും ആനവേട്ട കേസിൽ പ്രതിയുമായിരുന്ന സോമൻ, ഇറച്ചി പങ്കിട്ടെടുത്ത പള്ളിക്കുന്ന് നിവാസികളായ നിഖിൽ, റോഷി, ജോയൽ ജോസ് എന്നിവരെയാണ് പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.